അന്ന് മോൾ എന്നോട് പറഞ്ഞില്ലേ പഞ്ചരത്നത്തിൽ നിന്നും പോണോന്നു. അതിന് അന്ന് മോള് പറഞ്ഞ കാരണവും എനിക്ക് ഓർമ്മയുണ്ട്. മോളുടെ ഫ്രണ്ട്സ് പഞ്ചരത്നത്തിൽ വന്ന് എന്നെ കണ്ട മോൾക്കത് മോശമാണെന്ന്. അത് തന്നെയായിരുന്നോ കാരണം? സത്യമേ പറയാവൂ. ചങ്ക് തകർന്ന അച്ഛൻ ഇവിടെ നിൽക്കുന്നത്. ഈ നേരത്ത് മോള് കള്ളം പറയരുത്. അച്ഛൻ, ഞാൻ എനിക്ക് മനസ്സിലായി മോളെ, അന്ന് നീ പറഞ്ഞത് കള്ളമായിരുന്നു. ഞാൻ പഞ്ചരക്തത്തിൽ താമസിക്കുന്നത് കൊണ്ടാ അഭിമന്യുവും അമൃതയും തമ്മിലുള്ള വിവാഹം നടക്കാത്തത് അല്ലേ? അത് ഏട്ടന് അങ്ങനെ ഒരു വാശിയുണ്ട്. മോൾക്കിത് എത്ര നാളായിട്ടറിയാം? കുറച്ച് ദിവസമായി. ഏട്ടനും അമൃതേച്ചിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്നിട്ട് മോൾ എന്താ അന്ന് തന്നെ അച്ഛനോട് ഇത് പറയാത്തത്? എന്തൊരു തെറ്റായി പോയി അതൊന്ന് മോൾക്കറിയാമോ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരുടെ കല്യാണം ഞാൻ കാരണം മുടങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അച്ഛനോട് പറയരുതെന്ന് അമൃതേച്ചി പറഞ്ഞു. അറിഞ്ഞോ, അച്ഛൻ സങ്കടപ്പെടുമെന്ന് പറഞ്ഞു. എന്തൊരു വലിയ തെറ്റാ ഞാൻ ചെയ്തത്. ഒരു വശത്ത് ഞാൻ നിഷ്കരണം ഉപേക്ഷിച്ച എന്റെ മകൻ, മറുവശത്ത് എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അമൃതമോളും. അവരുടെ ജീവിതമാണല്ലോ ഞാനിങ്ങനെ ഇല്ലാതാക്കിയത്. അഭിമന്യുവിന് ഒരച്ഛന്റെ സ്നേഹം ആവശ്യമുണ്ടായിരുന്ന സമയത്തൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോ അവൻ എന്നെ കൊണ്ടൊരു ആവശ്യമില്ലാത്ത നേരത്ത് വലിഞ്ഞു കയറി വന്ന് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് കുറുകെ നിൽക്കുന്നു. എന്തൊരു ജന്മമായി എന്റേത്. പ്രാണനെ പോലെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇഷ്ടം കൈവിട്ടു പോകുമെന്നറിഞ്ഞിട്ടും അതൊന്നും പുറത്തു പറയാതെ എന്നെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ചവളാ അമൃത. അവൾക്കും ഞാനൊരു ബാധ്യതയായി. അച്ഛാ, ഇങ്ങനൊന്നും പറയില്ലേ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അച്ഛൻ കാരണം കല്യാണം മുടങ്ങിയതെന്ന് അറിഞ്ഞ അച്ഛൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കളയെന്നുള്ള പേടിയില്ല അമൃതേച്ചി ഒന്നും പറയാതിരുന്നെ. എന്നോടും അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞേ. എന്നാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയ മോളെ. വിധിയെന്നല്ല പറയേണ്ടത്, ചതിയെന്ന. എന്റെ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ച അമൃത മോളെയും എന്റെ മോനെയും ഞാൻ ചതിച്ചു. മനഃപൂർവ്വം അല്ലല്ലോ അച്ഛാ. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുമോ മോളെ? ഇതൊക്കെ ഞാൻ സ്വയം മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ? അഭിമന്യുവിന് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാലോ. എന്നിട്ടും ഞാൻ പഞ്ചരക്തത്തിൽ കഴിഞ്ഞത് തെറ്റല്ലേ? ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. പഴയതൊക്കെ മാറ്റി പുതിയൊരു മനുഷ്യനായി ജീവിക്കാൻ നോക്കിയപ്പോഴും ചുറ്റുമുള്ളവരെ കരയിക്കാൻ തന്നെ എന്റെ വിധി. ഈശ്വര, എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? അച്ഛനൊന്ന് സമാധാനിക്കുക. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. എല്ലാം ശരിയാവും. ഞാൻ ഉള്ളിടത്തോളം കാലം ഒന്നും ശരിയാവില്ല മോളെ, ഒന്നും. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മോളെ വയ്ക്കോ. അച്ഛൻ എന്ത് ചെയ്യാൻ പോവാ? അച്ഛാ, ഏട്ടൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.